Good morning, my dear students. Welcome to Nisha Teacher's Classroom. First chapter, Structures and Pointers. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ചു കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ നിന്ന് 7 or 8 മാർക്സിന് പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഔട്ട് ഓഫ് 60 ഏതാണ്ട് 7 അല്ലെങ്കിൽ 8 മാർക്കോളം ഈ ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ മാർക്ക് എളുപ്പ വഴിയിൽ എങ്ങനെ നേടിയെടുക്കാം, അതാണ് ടീച്ചർ ഇന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസുമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡാഷ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു അലോക്കേറ്റ് മെമ്മറി ലൊക്കേഷൻ ഡ്യൂറിങ് റൺ ടൈം. റൺ ടൈമിൽ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതാണ്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചതാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ന്യൂ ഓപ്പറേറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു ഫ്രീ ദി അലോക്കേറ്റഡ് മെമ്മറി? എങ്ങനെയാണ് നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയെ ഫ്രീ ആക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡി അലോക്കേഷൻ ഓപ്പറേറ്റർ. ഏതാണ് ഡി അലോക്കേഷൻ ഓപ്പറേറ്റർ? ഡിലീറ്റ് ഓപ്പറേറ്റർ. അപ്പം യൂസിങ് ഡിലീറ്റ് ഓപ്പറേറ്റർ നമുക്ക് മെമ്മറിയെ ഫ്രീ ആക്കാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഓപ്പറേറ്റർ ഇൻ C++. ഇപ്പോൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. C++ലെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഓപ്പറേറ്റർ ഏതാണ്? അതേ ഉത്തരത്തിന് വേണ്ടി തന്നെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി പറയാം. റൺ ടൈം അലോക്കേഷൻ ഓഫ് മെമ്മറി ഈസ് ട്രിഗർഡ് ബൈ ഡാഷ് ഓപ്പറേറ്റർ. റൺ ടൈം അലോക്കേഷൻ എന്ന് പറയുന്നത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ തന്നെയാണ്. അത് ഏത് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് അലോക്കേറ്റ് ചെയ്യുന്നത്? ഏത് ഓപ്പറേറ്ററാണ്? ന്യൂ ഓപ്പറേറ്റർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പോയിന്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് ഈസ് എ പോയിന്റർ വേരിയബിൾ ഇൻ C++? അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. റൈറ്റ് ദ സിൻടാക്സ് ഓർ എക്സാമ്പിൾ ടു ഡിക്ലെയർ എ പോയിന്റർ വേരിയബിൾ. ഒരു പോയിന്റർ വേരിയബിൾ എന്താണ്, അത് ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് ഓർ എക്സാമ്പിൾ എഴുതുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം എന്താണ് പോയിന്റർ വേരിയബിൾ എന്ന് പറയണം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് പോയിന്റർ വേരിയബിൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു വേരിയബിളിൻ്റെ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന വേരിയബിളിനെയാണ് പോയിന്റർ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ പോയിന്റർ ഈസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ഹോൾഡ് ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. പോയിന്റർ ഈസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ഹോൾഡ് ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. ഇനി എന്താണ് അതിൻ്റെ സിൻടാക്സ്? സിൻടാക്സ് എന്താണ്? ഡേറ്റ ടൈപ്പ് സ്റ്റാർ വേരിയബിൾ, സെമിക്കോളൻ ഇടാൻ മറക്കരുത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോയിന്റർ വേരിയബിൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പം അതിൻ്റെ കൂടി എന്ത് വേണം? സ്റ്റാർ വേണം. അതുകൊണ്ട് ഇവിടുത്തെ സിൻടാക്സ് എന്താണ്? ഡേറ്റ ടൈപ്പ് സ്റ്റാർ വേരിയബിൾ, സെമിക്കോളൻ. ഇനി ഇതിനൊരു എക്സാമ്പിൾ എഴുതിയാൽ മതിയെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ ഡിക്ലറേഷന് വേണ്ടിയിട്ട് പോയിന്റർ വേരിയബിൾ ഡിക്ലറേഷൻ ഒരു എക്സാമ്പിൾ എങ്ങനെ കൊടുക്കാം? ഇൻഡ് സ്റ്റാർ പോയിന്റർ 1, ഇൻഡ് സ്റ്റാർ പോയിന്റർ 1, സെമിക്കോളൻ. വീണ്ടും ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് 2020 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. സാധാരണ എല്ലാ എക്സാമുകൾക്കും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്.
ക്വസ്റ്റ്യൻ ഇതാണ്, സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷനും ഡൈനാമിക് മെമ്മറി അലൊക്കേഷനുമായിട്ടുള്ള ഡിഫറൻസ് എന്താണ്? രണ്ട് ഡിഫറൻസേ ചോദിച്ചിട്ടുള്ളൂ, കാരണം ഇത് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 2 ഡിഫറൻസേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മൾ എല്ലാ ഡിഫറൻസും പഠിച്ചുകൊണ്ട് പോകണം, കാരണം ചിലപ്പോൾ 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരിക്കാം വരുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ, ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ. ആദ്യത്തെ ഡിഫറൻസ് നമ്മൾ വേർഡിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ അത് റൺ ടൈമിൽ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈമിലായിരിക്കും. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് എക്സിക്യൂഷന് മുൻപായിരിക്കും. ഇത് തന്നെയാണ് ഫസ്റ്റ് ഡിഫറൻസ്. സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ ടേക്സ് പ്ലേസ് ബിഫോർ എക്സിക്യൂഷൻ, പക്ഷേ ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ ടേക്സ് പ്ലേസ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. ഇനി എങ്ങനെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്? അതാണ് ഡിഫറൻസ്, അടുത്ത ഡിഫറൻസ് പറഞ്ഞേക്കുന്നത്. ഡ്യൂ ടു ദി വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദി പ്രോഗ്രാം. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനിൽ നമ്മൾ ഇത്ര നാളും പ്രോഗ്രാം ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ അലോക്കേറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ഏത് ഓപ്പറേറ്ററാണ്? ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് അലോക്കേഷൻ, മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. അടുത്തത് സ്ട്രക്ചറിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ എ സ്ട്രക്ചർ നെയിംഡ് ടൈം വിത്ത് എലമെന്റ്സ് അവർ, മിനിറ്റ് ആൻഡ് സെക്കൻഡ്. ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. സ്ട്രക്ചറിന്റെ നെയിം തന്നിട്ടുണ്ട്, ടൈം. സ്ട്രക്ചർ നെയിം അല്ലെങ്കിൽ സ്ട്രക്ചർ ടാഗ് ടൈം തന്നിട്ടുണ്ട്. അതിനുള്ളിൽ വരാനുള്ള എലമെന്റ്സും തന്നിട്ടുണ്ട്, അവർ, മിനിറ്റ് ആൻഡ് സെക്കൻഡ്. അപ്പോൾ സാധാരണ നമ്മൾ അവറും മിനിറ്റും സെക്കൻഡും ഒക്കെ പറയുന്നത് ഇൻഡിജറിലാണ്. അപ്പോൾ 3 ഇൻഡിജർ എലമെന്റ്സ് ആയിരിക്കണം ആ സ്ട്രക്ചറിന്റെ ഉള്ളിൽ വരേണ്ടത്. സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള കീവേഡ് അറിയാമല്ലോ, സ്ട്രക്റ്റ്. അപ്പോൾ സ്ട്രക്റ്റ് ദെൻ ടൈം എന്നുള്ള സ്ട്രക്ചർ ടാഗ് യൂസ് ചെയ്യുക, ബ്രേസ് ഓപ്പൺ ചെയ്യുക, ദെൻ ഇൻറ്റ് അവർ, ഇൻറ്റ് മിനിറ്റ്, ഇൻറ്റ് സെക്കൻഡ്. 3 എലമെൻ്റ് ആണുള്ളത്. ഇത് 3ഉം ഇൻഡിജർ തന്നെയാണ്. 3ഉം സെപ്പറേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു, നമ്മൾ സെമിക്കോളൻ കൊടുത്തു. എന്നിട്ട് കേളി ബ്രേസ് ക്ലോസ് ചെയ്യുന്നു, സെമിക്കോളൻ കൊടുക്കുന്നു. അത് മറക്കാൻ പാടില്ല, അവിടെ സെമിക്കോളൻ വേണം. അതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് C++ കോഡ്. തന്നിരിക്കുന്ന C++ കോഡ് ആദ്യം വായിച്ച് മനസ്സിലാക്കണം. ഇൻറ്റ് a of 5 is equal to 10, 15, 20, 25, 30. അപ്പോൾ ഇവിടെ ഒരു അരയാണ്. എ എന്ന് പറയുന്ന 5 സൈസ് ആയിട്ടുള്ള ഒരു അര, ഇൻഡിജർ അരയാണ്. അത് ഡിക്ലറേഷൻ മാത്രമല്ല അവിടെ നടന്നിരിക്കുന്നത്, ഇനിഷ്യലൈസേഷനും കൂടി നടന്നിരിക്കുന്നു. അതായത് എ 5 സൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ 5 മെമ്മറി ലൊക്കേഷൻസ് ഉള്ള ഒരു അരയ്ക്ക് വേണ്ടി 5 ഇൻഡിജർ നമ്പേഴ്സ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ഇനി ആ അരയുടെ അഡ്രസ്സ് പി എന്ന പോയിന്റർ വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നു. ഇൻറ്റ് സ്റ്റാർ പി ഈസ് ഈക്വൽ ടു എ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൻ്റെ ഔട്ട്പുട്ട് എഴുതണം. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ എ, സി ഔട്ട് സ്റ്റാർ p+2. ശ്രദ്ധിക്കുക, p+2 വിതിൻ ബ്രാക്കറ്റ് സ്റ്റാർ p+2. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സി ഔട്ട് സ്റ്റാർ p+3. സ്റ്റാർ p+3. സ്റ്റാർ പിയുടെ കൂടെയാണ് 3 ആഡ് ചെയ്യേണ്ടത്. ഈ 2 ക്വസ്റ്റ്യനാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. ആൻസർ പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു പോയിന്റർ അലൊക്കേഷൻ ഒക്കെ ഒന്ന് നോക്കാം. എ എന്ന് പറയുന്ന അരേ 5 മെമ്മറി ലൊക്കേഷൻ, a of 0, a of 1, a of 2, a of 3 ആൻഡ് a of 4. ഈ ഓരോ മെമ്മറിക്ക് വേണ്ടിയും ഓരോ അരേ വേരിയബിളിന് വേണ്ടിയും ഓരോ വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ട്, ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. A0യിലേക്ക് 10, A1 15, A2 20, A3 25, A4 30. ഈ ഓരോ മെമ്മറി ലൊക്കേഷനും നമുക്കറിയാം. അരയുടെ മെമ്മറി അലൊക്കേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇൻഡിജർ ആയതുകൊണ്ട് ഓരോ എലമെൻറ്റിനും 4 ബൈറ്റ്സ് വീതം ഉണ്ടാവും. അപ്പോൾ 1000ൽ സ്റ്റാർട്ട് ചെയ്യുന്ന
A0 സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് അതിൻ്റെ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നതാണ് 1000. 1000 സ്റ്റാർട്ട് ചെയ്യുന്നു. A0ക്ക് വേണ്ടി 1000, 1001, 1002 ആൻഡ് 1003. ഇനി A1 തുടങ്ങുന്നത് 1004 1004, 1005, 1006, 1007. ഇങ്ങനെ 4 ബൈറ്റ് വെച്ചിട്ട് ഓരോ എലമെൻറ്റിനും അസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? ഇൻഡ് സ്റ്റാർ പി ഈസ് ഈക്വൽ ടു എ. സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ അതൊരു പോയിന്റർ വേരിയബിൾ ആണ്. സ്റ്റാർ പി എന്താണ് ഹോൾഡ് ചെയ്യുന്നത്? പോയിന്റർ വേരിയബിൾ എന്താണ് ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത്? മറ്റൊരു വേരിയബിളിൻ്റെ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ് ഓഫ് ദി മെമ്മറി ലൊക്കേഷൻ. ആ എ എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ ഒരു സിംഗിൾ വേരിയബിൾ അല്ല, ഓർഡിനറി വേരിയബിൾ അല്ല, ഒരു അരേ വേരിയബിളാണ്. അരേക്ക് ഒരു അഡ്രസ്സ് അല്ലല്ലോ ഉള്ളത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബേസ് അഡ്രസ്സ് ഏതാണോ അതായിരിക്കും പോയിന്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവും. പി എന്ന പോയിന്റർ വേരിയബിൾ പോയിന്റ് ചെയ്യുന്നത് അരയുടെ ബേസ് അഡ്രസ്സായ 1000ലേക്കാണ്. അപ്പോൾ പി പോയിന്റ് ചെയ്യുന്ന 1000. പി എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിൻ്റെ വാല്യൂ എത്രയായിരിക്കും? അവിടെ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 1000 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പി എ ഓഫ് 0യിലേക്ക് പോയിന്റ് ചെയ്യുന്നു, വാല്യൂ 1000. എ ഓഫ് 0യെ പോയിന്റ് ചെയ്യുന്നു, വാല്യൂ 1000. അപ്പോൾ പി പ്ലസ് 2 എന്തായിരിക്കും? പിയുടെ കൂടെ പി പോയിന്റ് ചെയ്യുന്നത് എ ഓഫ് 0യെ, പി പ്ലസ് 2 പോയിന്റ് ചെയ്യുന്നത് വീണ്ടും അടുത്ത 2 എലമെൻറ്റിലേക്ക് മാറും. അതായത് എ ഓഫ് 2നെ ആയിരിക്കും പോയിന്റ് ചെയ്യുന്നത്. പി പോയിന്റ് ചെയ്യുന്നത് എ ഓഫ് 0യെ ആണെങ്കിൽ പി പ്ലസ് 1 പോയിന്റ് ചെയ്യുന്നത് എ ഓഫ് 1നെ, പി പ്ലസ് 2 പോയിന്റ് ചെയ്യുന്നത് എ ഓഫ് 2നെ. അത് 4 മെമ്മറി ലൊക്കേഷൻ വീതം ഓരോന്നിനും അസൈൻ ചെയ്തിട്ടുണ്ട്. ആ തൊട്ടടുത്ത 5ാമത്തെ മെമ്മറി ലൊക്കേഷനിലായിരിക്കും അടുത്ത, അതായത് പി പ്ലസ് 1 പോയിന്റ് ചെയ്യുന്നത്. വീണ്ടും 4 എണ്ണം കഴിയുമ്പോഴായിരിക്കും പി പ്ലസ് 2 പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ പി പ്ലസ് 2 പോയിന്റ് ചെയ്യുന്നത് എ ഓഫ് 2നെ ആയിരിക്കും, അതായത് 1008 എന്നുള്ള മെമ്മറി ലൊക്കേഷൻ. അങ്ങനെയാണെങ്കിൽ പി പ്ലസ് 2 എന്ന് പറയുന്നത് പോയിന്റർ വേരിയബിൾ പോയിന്ററാണ്. അതിനൊരു സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ അത് വാല്യൂ ആയി മാറും. അപ്പോൾ സ്റ്റാർ പി അല്ലേ, സ്റ്റാർ പി പ്ലസ് 2 അത് പോയിന്റ് ചെയ്യുന്നത് 20 ആണ്. 20. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു സ്റ്റാർ പി പ്ലസ് 2 എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് സ്റ്റാർ പി പ്ലസ് 3. പി പോയിന്റ് ചെയ്യുന്നത് എ ആണ്. എ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ബേസ് അഡ്രസ്സായ 1000നെയാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർ പി എത്രയായിരിക്കും? അങ്ങനെയാണെങ്കിൽ സ്റ്റാർ പി എത്രയായിരിക്കും? 10 ആയിരിക്കും അല്ലേ? സ്റ്റാർ പി 1000 ബേസ് അഡ്രസ് ആയിട്ടുള്ള എ ഓഫ് 0യാണ്. എ ഓഫ് 0യുടെ വാല്യൂ 10 ആണ്. ആ 10 ആയിരിക്കും സ്റ്റാർ പിയുടെ വാല്യൂ. ഇനി സ്റ്റാർ പിയുടെ വാല്യൂ 10 ആണെങ്കിൽ സ്റ്റാർ പി പ്ലസ് 3, അപ്പോൾ സ്റ്റാർ പിയുടെ വാല്യൂ ആയ 10ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ വാല്യൂ. സ്റ്റാർ പി പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 13. ഇപ്പോൾ 2 ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ സ്റ്റാർ പി പ്ലസ് 2 ആയിരുന്നു, ഇവിടെ സ്റ്റാർ പി പ്ലസ് 3 ആയിരുന്നു. സ്റ്റാർ പി പ്ലസ് 2 എന്ന് പറയുമ്പോൾ 2 ലൊക്കേഷൻ ഇപ്പുറത്തേക്ക് മാറി, അതായത് എ ഓഫ് 0യിൽ നിന്ന് എ ഓഫ് 2യിലേക്ക് മാറി. ഇവിടെ സ്റ്റാർ പിയുടെ വാല്യൂ എത്രയാണോ അതിൻ്റെ കൂടെ 3 ആഡ് ആയി. അപ്പോൾ ഇതിൻ്റെ ആൻസർ സ്റ്റാർ പി പ്ലസ് 2 20യും സ്റ്റാർ പി പ്ലസ് 3 30. സെയിം ക്വസ്റ്റ്യൻ മീൻസ് കുറച്ച് വാല്യൂസിന് മാത്രം ഡിഫറൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ 18ൽ 3 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. അവിടെ A, B 2 ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇവിടെ
എ ബി സി 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഇവിടെ തന്നെ സൈസ് പറഞ്ഞിട്ടില്ല, പക്ഷേ 5 വേരിയബിൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം അറേയുടെ സൈസ് 5 ആണെന്ന് നമ്മൾക്കറിയാം. അതേ സ്റ്റാർ പിയിലേക്ക് എയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്റ്റാർ പി എത്രയാണ്? സ്റ്റാർ പി എത്രയായിരിക്കും? അവിടെ പറഞ്ഞ പോലെ നമുക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ മെമ്മറി ലൊക്കേഷനൊക്കെ വരച്ച് നോക്കുക. എന്തായാലും ശരി, സ്റ്റാർ പി പോയിന്റ് ചെയ്യുന്നത് ബേസ് അഡ്രസ്സ് ആയിരിക്കും, അതായത് എ ഓഫ് 0 ആയിരിക്കും. എ ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ 5, അപ്പോൾ സ്റ്റാർ പി 5. ഇനി സ്റ്റാർ പി പ്ലസ് 1, ഇവിടെ ബ്രാക്കറ്റിനുള്ളിലാണ് പി പ്ലസ് 1 വന്നിരിക്കുന്നത്. അതായത് ഒരു ലൊക്കേഷൻ, ഒരു എലമെൻ്റ് ഇപ്പുറത്തേക്ക് മാറുകയാണ്. എ ഓഫ് 0 പി എ ഓഫ് 0 ആയിരുന്നുവെങ്കിൽ പി പ്ലസ് 1 എന്ന് പറയുന്നത് എ ഓഫ് 1 ആണ് അല്ലേ? അപ്പോൾ എ ഓഫ് 1ൻ്റെ വാല്യൂ ആയ 10 ആണ് ഇൻ ദ സ്റ്റാർ പി പ്ലസ് 1. അടുത്തത് സ്റ്റാർ പിയുടെ കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ. സ്റ്റാർ പി എത്രയായിരുന്നു? 5 ആയിരുന്നു. അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്താൽ എത്ര വരും? 6. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി എറേഴ്സ്. എറേഴ്സ് കണ്ടുപിടിക്കുക. അപ്പം താഴെ തന്നിരിക്കുന്നതിലുള്ള തെറ്റുകൾ എന്താണ്, അല്ലെങ്കിൽ എറേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഒരു സ്ട്രക്ചറാണ്, സ്ട്രക്ചർ ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത്. സ്ട്രക്ചർ ഇൻഡ് രജിസ്റ്റർ നമ്പർ, ക്യാർ നെയിം ഓഫ് 20, ഫ്ലോട്ട് മാർക്ക് ഇസ് ഈക്വൽ ടു 100. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. മിനിമം 2 എണ്ണം എഴുതണം. പിന്നെ ഏതൊക്കെ എറേഴ്സ്, കാരണം അങ്ങനെ പറഞ്ഞിട്ടില്ല, 2 എണ്ണം എഴുതണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏതൊക്കെ എറേഴ്സ് ഉണ്ടോ അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം തന്നെ നമുക്ക് കീവേഡ്, സ്ട്രക്റ്റ് കീവേഡ്. സ്ട്രക്റ്റ് എന്നുള്ളത് കീവേഡാണ്. കീവേഡ് സ്പെസിഫിക് മീനിങ് ഉള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊന്നും എഴുതാൻ കഴിയില്ല. അപ്പോൾ എസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ കഴിയില്ല. എസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ എന്ത് വേണം? സ്മോൾ ലെറ്റർ വേണം. ഒന്നാമത്തെ എറർ, സ്ട്രക്റ്റിൽ ഒരു എന്ത് വന്നു? ക്യാപിറ്റൽ ലെറ്റർ വന്നു. ഇനി അടുത്ത എറർ എന്തായിരിക്കും? സ്ട്രക്ചർ ടാഗ് ഇല്ല അല്ലേ? സ്ട്രക്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ട്രക്ചറിൻ്റെ നെയിം അല്ലെങ്കിൽ സ്ട്രക്ചർ ടാഗ് കൊടുക്കണം. ഇവിടെ എന്തില്ല? ടാഗ് നെയിം മിസ്സിംഗ് ആണ്. ഇനി വേറെ എന്താണ് എറർ ഉള്ളത്? നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നോക്കി. കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്, അവിടെ സെമിക്കോളൻ ഇട്ടിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ഡിക്ലറേഷനിലും സെമിക്കോളൻ ഉണ്ട്. അങ്ങനെ ഓരോന്നായി നോക്കുക. അപ്പോൾ ഇവിടെ അടുത്ത ടേം ഇതാണ്, അടുത്ത എറർ ഇതാണ്. ഫ്ലോട്ട് മാർക്ക് ഇസ് ഈക്വൽ ടു 100. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിക്ലറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഡേറ്റ ഐറ്റം അവിടെ ഇനിഷ്യലൈസ് ചെയ്യാൻ കഴിയില്ല അല്ലേ? ഫ്ലോട്ട് മാർക്ക് ഇസ് ഈക്വൽ ടു 100 എന്നുള്ളതാണ് അടുത്ത മിസ്റ്റേക്ക്. അപ്പോൾ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഡേറ്റ ഐറ്റം കോൺ ഇനിഷ്യലൈസ് ലൈക്ക് ദിസ്. ഇതേപോലെ ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് കഴിയില്ല. ഇങ്ങനെ 3 എറേഴ്സാണ് ഇവിടെ ഉള്ളത്. ഒന്ന് സ്ട്രക്റ്റിൻ്റെ എസ് ക്യാപിറ്റലായി, പിന്നെ ഒന്ന് സ്ട്രക്ചർ ടാഗ് കൊടുത്തിട്ടില്ല, പിന്നെ ഒന്ന് മാർക്ക് ഇസ് ഈക്വൽ ടു 100 ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യാൻ കഴിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഈ സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ അനദർ സ്ട്രക്ചർ, ഡിസ്കസ്. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ട്രക്ചറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിനോ മറ്റൊരു സ്ട്രക്ചറിനെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും. വിതിൻ എ സ്ട്രക്ചർ, സ്ട്രക്ചർ വിതിൻ എ സ്ട്രക്ചർ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. എന്താണ് സ്ട്രക്ചർ വിതിൻ എ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? നെസ്റ്റഡ് സ്ട്രക്ചർ. അപ്പോൾ സ്ട്രക്ചർ വിതിൻ എ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? an element of a structure may itself be another structure or a structure within a structure. എന്താണത്? നെസ്റ്റഡ് സ്ട്രക്ചർ അല്ലേ? നെസ്റ്റഡ് സ്ട്രക്ചർ എന്നുള്ളതാണ് a structure within a structure or element of a structure may itself be another structure. എങ്ങനെയാണ് നെസ്റ്റഡ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത്? അതിൻ്റെ ഡെഫിനേഷൻ എഴുതുന്നത് നമ്മൾ
നെസ്റ്റഡ് സ്ട്രക്ചർ പറഞ്ഞപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യം ഒരു സ്ട്രക്ചർ, അതിൻ്റെ സ്ട്രക്ട് കീവേഡ്, ടാഗ് നെയിം, അതിനുള്ളിൽ എലമെൻറ്റ്സ് കൊടുക്കുന്നു. അതിൽ ഒരു എലമെൻറ്റ് എന്തായിരിക്കും? സ്ട്രക്ചർ തന്നെയായിരിക്കും അല്ലേ, മറ്റൊരു സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ അതിനുള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കും. ഇതാണ് സ്ട്രക്ചർ വിത്തിൻ എ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഈ സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ അനദർ സ്ട്രക്ചർ. ഇതിനെയാണ് പറയുന്നത് നെസ്റ്റഡ് സ്ട്രക്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഗിവൺ സ്ട്രക്ചർ ഡെഫിനിഷൻ. ഒരു സ്ട്രക്ചർ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. സ്ട്രക്ചർ കോംപ്ലക്സ്, കർലി ബ്രേസ് ഓപ്പൺ ചെയ്തു, ഇൻറ്റു റിയൽ, ഇൻ ഇമാജിനറി, ബ്രേസ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ കൊടുത്തു. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതാണ്. റൈറ്റ് എ C++ സ്റ്റേറ്റ്മെൻറ്റ് ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ വേരിയബിൾ. ഒരു C++ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. ഒരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള C++ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് എ C++ സ്റ്റേറ്റ്മെൻറ്റ് ടു സ്റ്റോർ ദ വാല്യൂ 15 ടു ദ സ്ട്രക്ചർ മെമ്പർ റിയൽ. റിയൽ എന്ന് പറയുന്ന സ്ട്രക്ചർ മെമ്പറിന് 15 വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയും വേണം. അതായത് റിയലിലേക്ക് 15 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രക്ചർ വേരിയബിൾ എഴുതാം. എങ്ങനെയൊക്കെ സ്ട്രക്ചർ വേരിയബിൾ എഴുതാൻ കഴിയുമായിരുന്നു? നമുക്ക് സ്ട്രക്ട് കീവേഡും ടാഗ് നെയിമും ഉൾപ്പെടുത്തി ഒരു സ്ട്രക്ചർ വേരിയബിൾ കൊടുക്കാം. സ്ട്രക്ട് എന്നുള്ള കീവേഡ് ഇല്ലാതെ തന്നെ ടാഗ് നെയിം മാത്രം വെച്ച് സ്ട്രക്ചർ വേരിയബിൾ കൊടുക്കാം. ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്. ഇവിടെ ഈ ബ്രേസ് ക്ലോസ് ചെയ്തതിന് ശേഷം സെമിക്കോളൻ കൊടുക്കുന്നതിന് മുൻപ് സ്ട്രക്ചർ വേരിയബിൾ കൊടുക്കാം. അപ്പോൾ എന്തൊക്കെയായിരുന്നു അതിൻ്റെ ആൻസർ? സ്ട്രക്ട് കീവേഡ്, ടാഗ് നെയിം കോംപ്ലക്സ്, സി വാർ എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ. ഇങ്ങനെ നമുക്ക് സ്ട്രക്ചർ വേരിയബിൾ കൊടുക്കാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇനി മറ്റൊരു മെത്തേഡ് എന്തായിരുന്നു? സ്ട്രക്ചർ എന്നുള്ള കീവേഡ് വേണ്ട അല്ലേ, അല്ലാതെ തന്നെ ടാഗ് നെയിമും സ്ട്രക്ചർ വേരിയബിളും കൂടി കൊടുക്കാം. അല്ലെങ്കിൽ എന്തായിരുന്നു? ഇതേപോലെ എന്തായാലും ശരി, സ്ട്രക്ചർ ഡെഫിനിഷൻ എഴുതിയതിന് ശേഷമാണ് ഈ രണ്ട് മെത്തേഡ് ആയാലും ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ സ്ട്രക്ചർ ഡെഫിനിഷനോടൊപ്പം തന്നെ അത് ക്ലോസ് ചെയ്യുന്നതിന് മുൻപായിട്ട്, അതായത് ബ്രേസ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇടുന്നതിന് മുൻപായിട്ട് സ്ട്രക്ചർ വേരിയബിൾ അവിടെ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ടാഗ് നെയിം വീണ്ടും എടുത്തെഴുതേണ്ടി വരുന്നില്ല. ഈ മൂന്ന് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് റിയൽ, ഇവിടെ എലമെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ എലമെൻ്റ് ആയിട്ടുള്ള റിയലിന് 15 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യുന്നത്? എങ്ങനെ കൊടുക്കാൻ പറ്റും? നമ്മളെപ്പോഴും സ്ട്രക്ചർ വേരിയബിൾ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ്. സിന്റാക്സ് എന്തായിരുന്നു? സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ്. സ്ട്രക്ചർ വേരിയബിൾ ആണ് C1 എന്ന് പറയുന്നത്. സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ് അങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്. ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ CVAR ഡോട്ട് റിയൽ ഇസ് ഈക്വൽ ടു 50. അടുത്തത്, റൈറ്റ് ദ യൂസ് ഓഫ് സ്റ്റാർ ഓപ്പറേറ്റർ ആൻഡ് ആംപർസാൻഡ് ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ഇൻ പോയിന്റേഴ്സ്. പോയിന്റേഴ്സിൽ ഈ രണ്ട് ഓപ്പറേറ്ററും യൂസ് ചെയ്യുന്നത് എന്തിനാണ്? എന്തായിരുന്നു? സ്റ്റാർ ഓപ്പറേറ്ററിന് നമ്മൾ എന്ത് പേര് പറഞ്ഞിട്ടായിരുന്നു വിളിച്ചിരുന്നത്? പോയിന്റേഴ്സിലാണ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത് അല്ലേ? എന്തായിരുന്നു സ്റ്റാർ ഓപ്പറേറ്ററിന്റെ പേര്? ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ, അല്ലെങ്കിൽ ഡീറെഫറൻസ് ഓപ്പറേറ്റർ, അല്ലെങ്കിൽ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? get the value at memory location pointed by the pointer. പോയിന്റർ വേരിയബിൾ പോയിന്റ് ചെയ്യുന്നത് ഏത് മെമ്മറി ലൊക്കേഷനെയാണോ അതിൻ്റെ അഡ്രസ്സിനെയാണ് സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ പി ഏത് വേരിയബിളിനെയാണോ പോയിന്റ് ചെയ്യുന്നത് ആ മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂ, അതാണ് സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആംപർസാൻഡ് ആണെങ്കിലോ, ആ ആൻഡ് ഓപ്പറേറ്റർ ആണെങ്കിലോ അതിന് പറയുന്നത് എന്തായിരുന്നു പേര്? അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്നായിരുന്നു. അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? അഡ്രസ് ഓഫ് ദി വേരിയബിൾ, വേരിയബിളിൻ്റെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടി. അതായത് സ്റ്റാർ പി എന്നൊരു പോയിന്റ് വേരിയബിൾ നമ്മൾ
ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ പിയിലേക്ക് ഒരു മെമ്മറി അഡ്രസ്സ് കൊടുക്കണം അല്ലേ. എയുടെ മെമ്മറി അഡ്രസ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ പി ഈസ് ഈക്വൽ ടു ആംബ്രസൻറ്റ് എ എന്നാണ് കൊടുക്കേണ്ടത്. എയുടെ അഡ്രസ്സ് പിയിലേക്ക് അസൈൻ ചെയ്യണം. അപ്പോൾ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ആണ് ആംബ്രസൻറ്റ്. സ്റ്റാർ ഓപ്പറേറ്റർ ആണെങ്കിൽ ഇൻഡയറക്ഷൻ അല്ലെങ്കിൽ ഡി റെഫറൻസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ എന്ന് പറയും. വാട്ട് ഈസ് എ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ? എന്താണ് ഒരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? Self-referential structure is a structure in which one of the elements is a pointer to the same structure. ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു എലമെൻറ്റ് അതൊരു പോയിൻ്റർ ആയിരിക്കും. സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ എലമെൻറ്റ്സ് കുറേ എലമെൻറ്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലോ. അതിൽ ഒരു എലമെൻറ്റ് എന്തായിരിക്കും? ഒരു എലമെൻ്റ് എന്നല്ല, അതിനുള്ളിലുള്ള ഒരു എലമെൻറ്റ് അതൊരു പോയിൻ്റർ ആയിരിക്കും. ആ പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത് സെയിം സ്ട്രക്ചറിനെ തന്നെയായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ പറയാം. എംപ്ലോയി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, അതിനുള്ളിൽ എലമെൻറ്റ്സ് ഇ കോഡ് ഉണ്ട്, ഇ നെയിം ഉണ്ട്, സാലറി ഉണ്ട്. അടുത്ത ഒരു എലമെൻറ്റിന് നമുക്ക് എംപ്ലോയി സ്റ്റാർ ഇ പി. ഇ പി എന്ന് പറയുമ്പോൾ സ്റ്റാർ ഇ പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു പോയിൻ്റർ വേരിയബിൾ ആണ്. ഈ പോയിൻ്റർ വേരിയബിൾ ഏത് ഡേറ്റ ടൈപ്പിലുള്ളതാണ്? എംപ്ലോയി ഡേറ്റ ടൈപ്പ്. എംപ്ലോയി ഡേറ്റ ടൈപ്പ് എന്താണ്? എംപ്ലോയി എന്താണ്? സ്ട്രക്ചർ ടൈപ്പാണ്. അപ്പോൾ സ്ട്രക്ചർ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ വേരിയബിളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇ പി എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്ററാണ്, അത് എംപ്ലോയി ടൈപ്പിലുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഒരു പോയിൻ്റർ വരികയും ആ പോയിൻ്റർ സെയിം സ്ട്രക്ചറിനെ തന്നെ പോയിൻ്റ് ചെയ്യുകയും ചെയ്താൽ അതാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇൻഡ് സ്റ്റാർ പി ടി ആർ ഇസ് ഈക്വൽ ടു ന്യൂ ഇൻഡ് ഓഫ് 10. ഇൻഡ് സ്റ്റാർ പി ടി ആർ ഇസ് ഈക്വൽ ടു ന്യൂ ഇൻഡ് സൈസ് 10 തന്നിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വാല്യൂ ആദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ വാല്യൂ 10 ഈസ് ഇനിഷ്യലൈസ്ഡ് എലോങ് വിത്ത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം അത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണ്. അതിൻ്റെ ബ്രാക്കറ്റിൽ 10 തന്നിരിക്കുമ്പോൾ ആ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ 10 ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ്റെ കൂടെ തന്നെ മെമ്മറി അലോക്കേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഡിക്ലറേഷൻ അല്ലേ. അപ്പോൾ ഡിക്ലറേഷനോടൊപ്പം ഇനിഷ്യലൈസേഷനും തന്നിരിക്കുന്നു. അതാണ് ഇവിടെ. അപ്പോൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷനോടൊപ്പം തന്നെ ഇനിഷ്യലൈസേഷൻ തന്നിരിക്കുന്നു. രണ്ടാമത്തതിൽ സ്ക്വയർ ബ്രാക്കറ്റ് കാണുമ്പോൾ നമുക്കറിയാം അത് അരയാണ് അല്ലേ. അപ്പോൾ അരയുടെ സൈസ് തന്നിരിക്കുന്നു, പക്ഷേ അവിടെ ഡൈനാമിക് അരയാണ്. ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഒരു ഡൈനാമിക് അറേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ സൈസ് 10. ഇതാണ് ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ്. രണ്ടിൻ്റെയും സിൻടാക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തത് ഒരു ഡൈനാമിക് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ ആണ് നടക്കുന്നത്, അലൊക്കേഷൻ ആൻഡ് ഇനിഷ്യലൈസേഷൻ ആണ് നടക്കുന്നത്. പോയിൻ്റർ വേരിയബിൾ ഇസ് ഈക്വൽ ടു ന്യൂ ഡേറ്റ ടൈപ്പ് ഓഫ് വാല്യൂ. രണ്ടാമത്തത് ഒരു ഡൈനാമിക് അറേയാണ്. പോയിൻ്റർ ഇസ് ഈക്വൽ ടു ന്യൂ ഡേറ്റ ടൈപ്പ് ഓഫ് സൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ മെമ്മറി ലീക്ക്. എന്താണ് മെമ്മറി ലീക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പഠിച്ചതാണല്ലോ. മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അലോക്കേറ്റ് ചെയ്ത ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നടക്കണമെങ്കിൽ ഏത് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം? ന്യൂ ഓപ്പറേറ്റർ. ആ ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് അലോക്കേറ്റ് ചെയ്ത മെമ്മറിയെ ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് എന്ത് ചെയ്യണം? ഫ്രീ ആക്കണം. അങ്ങനെ ഫ്രീ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ മെമ്മറി വേസ്റ്റ് ആവും. നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല, അതവിടെ വേസ്റ്റായി കിടക്കും. ഇങ്ങനെ വേസ്റ്റേജ് ഓഫ് മെമ്മറി കൂടുമ്പോൾ അല്ലെങ്കിൽ മെമ്മറി വേസ്റ്റായി കിടക്കുമ്പോൾ ആ മെമ്മറി എല്ലാം കൂടി ചേർന്നിട്ട് പറയുന്ന പേരാണ് ഓഫൻഡ് മെമ്മറി ബ്ലോക്ക്. ഈ മെമ്മറിയെ ഇങ്ങനെ ഓഫൻഡ് മെമ്മറി ബ്ലോക്ക് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? മെമ്മറി ലീക്ക് ഉണ്ടാവും. ഇത് നമ്മൾ പഠിച്ച കാര്യമായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മെമ്മറി ലീക്ക് കൊണ്ടുണ്ടാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെ? നമുക്ക് രണ്ട് പ്രോബ്ലം അറിയാമല്ലോ. ഒന്ന്, ഓഫൻഡ് മെമ്മറി ബ്ലോക്ക് ഇൻക്രീസ് ചെയ്യും. പിന്നെ രണ്ട്, വേസ്റ്റേജ് ഓഫ് മെമ്മറി. ഈ രണ്ട് പ്രോബ്ലംസ് ആണ് മെമ്മറി ലീക്ക് കൊണ്ട് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഫൻഡ് മെമ്മറി ബ്ലോക്സ് ആർ അൺഡിസൈറബിൾ. ഹൗ ക്യാൻ ദേ ബി അവോയ്ഡഡ്?
ഇപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, മെമ്മറി ലീക്സ് ഉണ്ടാകുന്നത് ഓഫ് ആൻഡ് മെമ്മറി ബ്ലോക്സ് കൂടുന്നത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള ഓഫ് ആൻഡ് മെമ്മറി ബ്ലോക്സ് ഉണ്ടാകുന്നത്, മെമ്മറി ലീക്ക് ഉണ്ടാകുന്നത് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഒഴിവാക്കാം? എങ്ങനെ ഒഴിവാക്കാം? നമുക്കറിയാവുന്ന കാര്യമാണ്. അലോക്കേറ്റ് ചെയ്ത മെമ്മറിയെ ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രീ ആക്കുക, അല്ലേ? അങ്ങനെ നമുക്ക് മെമ്മറി ലീക്ക് അല്ലെങ്കിൽ ഓഫ് ആൻഡ് മെമ്മറി ബ്ലോക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയും. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡിഫൈൻ സ്ട്രക്ചർ. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനാണ് തന്നിരിക്കുന്നത്. സ്ട്രക്ചർ എന്തായിരുന്നു? ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. അത് തന്നെ ആദ്യം നമ്മൾ പഠിച്ച പോയിന്റാണ്. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഡേറ്റ ഐറ്റംസ് അണ്ടർ എ കോമൺ നെയിം, അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്പ് ഡേറ്റ ഐറ്റംസ് അല്ലേ നമ്മൾ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അത് ഒരു കോമൺ നെയിം കൊണ്ട്, സ്ട്രക്ചർ നെയിം കോമൺ ആയിട്ട് ഉപയോഗിക്കുകയല്ലേ ഈ എല്ലാ എലമെൻറ്റിനും വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കോമൺ നെയിം കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന റിലേറ്റഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഡേറ്റ ഐറ്റംസിൻ്റെ കളക്ഷനാണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ സിൻടാക്സ് എന്താണ്? ഇപ്പോൾ ഡിഫൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു, മാർക്കിനനുസരിച്ച് നമുക്ക് എഴുതേണ്ടതായി വരും, അല്ലേ? അപ്പോൾ സിൻടാക്സ് എന്തായിരുന്നു? സ്ട്രക്ചർ ടാഗ്, കർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക, then data type variable 1, data type variable 2, etc. data type variable n. ബ്രേസ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇടുക. അടുത്ത ക്വസ്റ്റ്യൻ, അറേയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അറേ ആൻഡ് സ്ട്രക്ചർ. അറേയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ സ്ട്രക്ചറിൻ്റെ ഡെഫിനേഷൻ നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അല്ലേ? അത് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. അറേ ആണെങ്കിലോ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പാണ്. അറേ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്, സ്ട്രക്ചർ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. പിന്നെ അറേ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ ആയിരുന്നു. സ്ട്രക്ചർ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ. ഇനി എങ്ങനെയാണ് അത് റെഫറൻസ് ചെയ്യുന്നത്? അറേ റെഫറൻസ് ചെയ്യുന്നത് റെഫറൻസ്ഡ് യൂസിങ് സബ്സ്ക്രിപ്റ്റ്. നമുക്കറിയാലോ, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ അതിൻ്റെ സൈസ് കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ അറേ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ സബ്സ്ക്രിപ്റ്റ് വെച്ചിട്ടായിരുന്നു റെഫർ ചെയ്യുന്നത്. പക്ഷേ സ്ട്രക്ചർ വേരിയബിൾ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോട്ട് ഓപ്പറേറ്റർ വേണം. അപ്പോൾ റെഫറൻസ്ഡ് യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. ഇനി അറേ ഒന്നിൽ കൂടുതൽ, അതായത് 2 ഡയമെൻഷണൽ അറേ, അതിൻ്റെ സൈസ് ഒന്നിൽ കൂടുതൽ വരുമ്പോൾ നമ്മൾ അതിനെ 2 ഡയമെൻഷണൽ അറേ അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ അറേ എന്നൊക്കെ പറയുമായിരുന്നു. മൾട്ടി ഡയമെൻഷണൽ അറേ ഫോം ചെയ്യാൻ കഴിയും അറേയിൽ. സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വീണ്ടും സ്ട്രക്ചർ വരുമ്പോൾ നമ്മൾ എന്താ അതിനെ പറയുന്നത്? നെസ്റ്റഡ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്, അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് മെമ്മറി അലോക്കേഷൻസ് യൂസ്ഡ് ഇൻ C++? നമ്മളിപ്പോൾ പല പ്രാവശ്യമായി പറഞ്ഞു കഴിഞ്ഞു C++ൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെമ്മറി അലോക്കേഷൻസ് ഏതൊക്കെയാണ്. അപ്പോൾ ഇവിടെ 3 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 പേര് മാത്രം എഴുതി നിർത്തിയാൽ നമുക്ക് ആ 3 മാർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഡിഫറെൻറ്റ് മെമ്മറി അലോക്കേഷൻസ് എന്ന് മാത്രം ചോദിച്ചാൽ പോലും രണ്ടിനെക്കുറിച്ചും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഡിഫറൻസിൽ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇങ്ങനെ ചോദിച്ചാലും ആ ഡിഫറൻസ് നിങ്ങളാണ് എഴുതിയാൽ മതി. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ, ഇതേ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഇതേ വീഡിയോയിൽ മറ്റൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. അത് 2 മാർക്സിനായിരുന്നു ചോദിച്ചിരുന്നത്. 2 ഡിഫറൻസസ് എടുത്ത് ചോദിച്ചതുകൊണ്ട് നമ്മൾ അവിടെ 2 ഡിഫറൻസ് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഇവിടെ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷന് മുൻപാണ് നടക്കുന്നത്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഡ്യൂറിങ് എക്സിക്യൂഷൻ. അതുപോലെ തന്നെ വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് പ്രോഗ്രാമിൽ അലോക്കേഷൻ നടക്കുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ചെയ്യുന്നത്. പക്ഷേ ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്യും. അതുപോലെ ഡി അലോക്കേഷന് വേണ്ടി പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കേണ്ട. പ്രോഗ്രാമിൻ്റെ എക്സിസ്റ്റൻസ് കഴിയുമ്പം തന്നെ, പ്രോഗ്രാം ക്ലോസ് ചെയ്യുമ്പം തന്നെ നമുക്ക് മെമ്മറിയൊക്കെ റിലീസ് ആയിക്കോളും. പക്ഷേ ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ നമ്മൾ റിലീസ് ചെയ്യണം. ഏത് ഓപ്പറേറ്റർ ഉപയോഗിച്ച്? ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച്. ഇനി എങ്ങനെയാണ് ഡേറ്റ ഈസ് റെഫറൻസ്ഡ് യൂസിങ് വേരിയബിൾസ്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനിൽ ഡേറ്റ റെഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? റെഫറൻസ് വേരിയബിൾസ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ ഡേറ്റയെ റെഫറൻസ് ചെയ്യുന്നത് പോയിന്റർ ഉപയോഗിച്ചിട്ടാണ്.
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇപ്പോൾ വർക്കൗട്ട് ചെയ്തത്. എല്ലാവർക്കും എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.